ഈ ഒരു ക്വസ്റ്റ്യൻ മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു കാസ്ക് ഉണ്ട്, അത് 600 ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി. അതിൽ ഫുള്ള് വൈനായിരുന്നു. അതിൽ നിന്ന് ലിറ്റർ വൈൻ എടുത്തു മാറ്റി, എന്നിട്ട് സെയിം അളവ് വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്തു. അടുത്തൊരു പ്രോസസ്സിൽ 120 ലിറ്റർ ഈ ഒരു മിക്സ്ചർ എടുത്ത് മാറ്റി, ദെൻ സെയിം അളവ് വാട്ടർ വെച്ച് റീപ്ലേസ് ചെയ്തു. വീണ്ടും മൂന്നാമതൊരു പ്രോസസ്സിൽ 120 ലിറ്റർ എടുത്ത് മാറ്റി, എന്നിട്ട് സെയിം അളവ് വാട്ടർ വിത്ത് റീപ്ലേസ് ചെയ്തു. ദെൻ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം അതിനകത്ത് വൈനിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 12:13 ആണ്. ഓക്കെ, വൈനും വെള്ളമെന്ന് വിചാരിച്ചു. ഓക്കെ, 12:13 ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് സംഭവിക്കണമെന്ന് നമുക്കറിയണം. അതിനായിട്ട് വേറൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു 100 ലിറ്റർ ഉള്ളൊരു കുപ്പി എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനകത്ത് ഫുള്ള് വൈനാണ്. 100 ലിറ്ററിനകത്ത് ഫുള്ള് വൈനാണ്. ഞാനാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 20 ലിറ്റർ എടുത്ത് മാറ്റി, എന്നിട്ട് സെയിം അളവ് എന്ത് കൊടുത്തു? വാട്ടർ ആഡ് ചെയ്തു. അപ്പം 20 ലിറ്റർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 80 ആയിരിക്കും വൈൻ ഉണ്ടാകും. 80 വൈനായിരിക്കും, അതിൽ 20 എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. 80 വൈനും 20 വാട്ടറും ആയിരിക്കും. ദെൻ ഇനി ഞാൻ ആക്ച്വലി ഇതിൽ നിന്നൊരു 20 ലിറ്റർ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് നേരത്തെ ചെയ്ത പോലെ 100ൽ നിന്ന് 80 കുറച്ച് 80 വൈനാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഈ ഒരു മിക്സ്ചർ പോകുന്നത് 4:1 റേഷ്യോയിലായിരിക്കും. 4:1 റേഷ്യോയിലായിരിക്കും. അതായത് ഇനി എന്തെടുക്കുന്നോ ആ ഒരു മിക്സ്ചറിൽ പോകുന്നത് 5ൽ 4 ഭാഗം വാട്ടറും 1 ഭാഗം എന്തുമായിരിക്കും പോകുന്നത്? നമ്മുടെ വാട്ടർ 5ൽ 4 ഭാഗം വൈനും 1 ഭാഗം വാട്ടറും ആയിരിക്കും പോകുന്നത്. അതായത് ഇപ്പം ഇതൊരു മിക്സ്ചറായിട്ടാണ് കിടക്കുന്നത്. ഇനി നമ്മൾ അതിൽ നിന്ന് 20 എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 20ൽ ആക്ച്വലി 4 ഭാഗം 5ൽ 4 ഭാഗം വൈൻ, 16 വൈനും 4 വാട്ടറും ആയിരിക്കും പോകുന്നത്. 16 വൈനും 4 വാട്ടറും ആയിരിക്കും പോകുന്നത്. 16 വൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും? 16 വൈൻ പോയി കഴിഞ്ഞാൽ ബാക്കി 64 വൈനായിരിക്കും ഉണ്ടാകുന്നത്. 64 വൈനായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ 20ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ ബാക്കി 16 എന്തുണ്ടാകും? വാട്ടർ ഉണ്ടാകും. ഇതിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? 20 ലിറ്റർ വാട്ടർ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി പോയിട്ട് 36 വാട്ടർ ആയിരിക്കും ഉണ്ടാകുന്നത്. 36 വാട്ടർ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഞാൻ ആക്ച്വലി ഇതിൽ നിന്നൊരു 25 ലിറ്റർ എടുത്തെന്ന് വിചാരിച്ചു. 25 ലിറ്റർ മിക്സ്ചർ എടുത്ത് മാറ്റിയിട്ട് 25 വാട്ടർ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇനി അടുത്ത പോകുന്നത് ഇതിൻ്റെ റേഷ്യോയിലായിരിക്കും. ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? നമുക്ക് 4 വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ 9:16 എന്ന് പറയാം. അല്ലേ, 9:16 എന്ന് പറയാം. അതായത് ഇനി പോകുന്നത് ടോട്ടൽ 16 9 25ൽ 16 ഭാഗം എന്തായിരിക്കും? വൈനും പോകും, 9 ഭാഗം വാട്ടറും പോകും. 25ൽ 16 ഭാഗം വൈനും പോകും, 9 ഭാഗം വാട്ടറും പോകും. സോ ഇതിൽ നിന്ന് പോകാൻ പോകുന്നത് 16 ലിറ്റർ എന്തായിരിക്കും? വൈനായിരിക്കും. 16 ലിറ്റർ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 48 ലിറ്റർ വാട്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ 9 വാട്ടർ പോയി കഴിഞ്ഞാൽ 48 വൈനായിരിക്കും. 9 വാട്ടർ പോയി കഴിഞ്ഞാൽ ബാക്കി 27 ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 25 വാട്ടർ ആഡ് ചെയ്യും. സോ 52 എന്തായിരിക്കും ഉള്ളത്? വാട്ടർ ആയിരിക്കും ഉള്ളത്. 52 വാട്ടർ ആയിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ വൈനിൻ്റെ അളവിൽ വരുന്ന ചേഞ്ച് ചുമ്മാ ഒന്ന് നോക്കാം. ഓക്കെ, വൈനിൻ്റെ അളവിൽ വരുന്ന ചേഞ്ച് നോക്കാം. കാരണം നമ്മൾ ഈ ഓരോ പ്രോസസ്സിലും വൈനിൻ്റെ അളവ് കുറഞ്ഞാണ് വരുന്നത്. വൈനിൻ്റെ അളവിൽ കുറവേ വരുന്നുള്ളൂ, മറ്റിന് ചേഞ്ച് വരുന്നുണ്ട്. കാരണം നമ്മൾ വൈൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ എനിക്ക് നോക്കുവാണെങ്കിൽ 100 ആയിരുന്നു, 80 ആയി. അല്ലെങ്കിൽ 80/100 നോക്കിക്കഴിഞ്ഞാൽ 4/5 ഭാഗമായി. 80/100 നോക്കിക്കഴിഞ്ഞാൽ 4/5 ഭാഗം. ഇനി രണ്ടാമത്തെ കേസിൽ
80 64 64/80 നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും 4/5. ഇനി അടുത്തത് 64 അത് 48 64 അത് 48 അല്ലെങ്കിൽ 48/64 എന്ന് പറയുമ്പോൾ 3/4 16 വെച്ച് ക്യാൻസൽ ചെയ്യാൻ 3/4. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മനസ്സിലായി എന്താ സംഭവിച്ചിരിക്കുന്നത്. 100 വൈന് ആദ്യം 1/5 പോയി, ദെൻ അതിൻ്റെ 1/5 പോയി, അങ്ങനെ പോയി ഇപ്പോൾ 48 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ 4/5 4/5 3/4 ഒക്കെ എവിടെ നിന്ന് വന്നെന്ന് നോക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ 100 വൈനാണ് ഉള്ളതെന്ന് എടുത്തു. 100 വൈനാണ് ഉള്ളതെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ആദ്യം 20 മിക്സറാണ് പോയത്. ടോട്ടൽ ക്വാണ്ടിറ്റി 100 അപ്പോൾ 1/5, അതായത് ഈ 100 മിക്സ്ചറിൽ നിന്ന് 1/5 എന്താണ് പോയിട്ടുള്ളത്? വൈനാണ് പോയിട്ടുള്ളത്. ബാക്കി പോയിട്ട് എത്രയായിരിക്കും? 4/5 വൈനായിരിക്കും മിച്ചം ഉണ്ടാകുന്നത്. ഇനി ഈ മിച്ചമുള്ള മിക്സ്ചറിൽ നിന്ന് വീണ്ടും 20 എടുത്തു. ടോട്ടൽ കപ്പാസിറ്റി 100 അല്ലേ? അപ്പോൾ 100 പോയി കഴിഞ്ഞാൽ വീണ്ടും 1/5 പോയി, ബാക്കി പോയിട്ട് 4/5 വൈനായിരിക്കും മിച്ചം ഉണ്ടാകുന്നത്. ഈ 4/5ഉം ഈ 4/5ഉം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തതിൽ 25 പോയി. ടോട്ടൽ കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ 100 അപ്പോൾ 1/4 പോയി കഴിഞ്ഞാൽ ബാക്കി മിച്ചം 3/4 ഉണ്ടാവും. ഇനി ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 25 25 × 4 100, 4 × 4 × 3 12 48 വരും. ആ 48 ഇവിടെ കിടക്കുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സിനകത്ത് വൈന് റീപ്ലേസ് ചെയ്യുന്നില്ല. സോ ഓരോ തവണയും വൈനിൻ്റെ അളവ് കുറഞ്ഞു വരും. ഓരോ തവണയും വൈനിൻ്റെ അളവ് കുറഞ്ഞു വരും. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഏറ്റവും അവസാനം 12:13 ആവും. വൈനും വാട്ടറും എന്താവും? 12:13 ആവും. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം ടോട്ടൽ കപ്പാസിറ്റി 25 പറയാം. കാരണം 12ഉം 13ഉം ആണെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി 25 പറയാം. അപ്പോൾ ഇനീഷ്യലി 25 കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാരണം അത് ഫുള്ള് വൈനായിരുന്നല്ലോ, ഇപ്പം അത് എത്രയായിട്ട് മാറി? 12 മാറി. ദെൻ ആദ്യമേ വൈ എടുത്തു മാറ്റി. ഓക്കെ, വൈ എടുത്തു മാറ്റി ബൈ 600 കപ്പാസിറ്റി. ഇതല്ലേ നമ്മൾ നേരത്തെയും ചെയ്തത്. രണ്ടാമത്തെ കേസിൽ 120 എടുത്തു മാറ്റി. 120 എടുത്തു മാറ്റുമ്പോൾ ടോട്ടൽ 600 കപ്പാസിറ്റി എങ്കിൽ അതിൽ നിന്ന് 1/5 എന്ത് പോയിട്ടുണ്ടാവും? വൈന് പോയിട്ടുണ്ടാവും. ബാക്കി പോയിട്ട് മിച്ചം 4/5 വൈൻ അവിടെ വേണം. അടുത്ത കേസിൽ വീണ്ടും 120 എടുത്ത് മാറ്റിയാൽ വീണ്ടും 4/5 വൈൻ അവിടെ മിച്ചം വേണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ 5ഉം 5ഉം പോയി, 4ഉം ഇതും പോയി 3 വരും. അപ്പോൾ 1 - y/600 എന്ന് പറയുമ്പോൾ 3/4 വരും. അല്ലെങ്കിൽ നമുക്ക് ഈ 1നെ ഒന്നെങ്കിൽ 3/4 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5/600 എന്ന് പറയുമ്പോൾ 1/4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പുറത്തോട്ട് വന്ന് സംഭവിക്കുന്നതാണത്. അപ്പോൾ അതിൽ നിന്ന് വൈൻ്റെ വാല്യൂ എത്ര വരും? 150 എന്ന് പറഞ്ഞു വരും. വൈൻ്റെ വാല്യൂ എത്ര എന്ന് പറഞ്ഞു വരും? 150 എന്ന് പറയും. അതായത് ആദ്യമേ 150 മിക്സ്ചർ ആയിരിക്കും എടുത്ത് മാറ്റിയിട്ടുണ്ടാകുന്നത്. സോ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.